മംഗലം വെറ്റിലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കാട്ടാനകളുടെ ഭയങ്കര ശല്യമാണ്. ഇവിടെ ഫെൻസിങ്ങൊക്കെ ഇട്ടെങ്കിൽ അതൊന്നും പ്രായോഗികമല്ല. ഇപ്പോൾ എൻ്റെ ഒരു പോത്തിനെ ഈ കഴിഞ്ഞ രാത്രി ഒരു 4:30 കുത്തിക്കൊന്നു. ഇപ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വലിയ ഇത് ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് നഷ്ടം കിട്ടണം. നഷ്ടപരിഹാരം കിട്ടിയാൽ ഞങ്ങൾ അടങ്ങുള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതിഷേധിക്കുകയാണ്. എത്ര ആനയുണ്ടായിരുന്നു? 3-4 ആനയുണ്ടായിരുന്നു. കുത്തിക്കൊന്ന ആന കുത്തി അതിന് ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ എടുത്ത് ചവിട്ടി കുത്തിക്കൊന്നതിൻ്റെ പിന്നെ ചവിട്ടിയും കൊന്ന്. അപ്പോൾ നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്? ഇവിടെ തൊട്ടടുത്ത്. ഇവിടെ തൊട്ട് അപ്പം തന്നെ അറിഞ്ഞായിരുന്നോ സംഭവം? നേരം വിളിച്ച് അറിഞ്ഞ ഞങ്ങൾ ഇത് എന്നാന്ന് വെച്ചാൽ നൊലുളി ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കാരണം ആനയുടെ ശല്യം രൂക്ഷമാണ്. നമുക്ക് ജീവനെ പുള്ളിക്കാരത്തിയിട്ട് ഞങ്ങൾ പുള്ളിക്കാരത്തിൻ്റെ വീട് തൊട്ടടുത്ത പുള്ളിക്കാരത്തിൽ പുറത്തിറങ്ങാൻ രക്ഷയില്ല. ഞങ്ങള് ഒരു 9 മണിയായി ഇപ്പൊ ബഹളങ്ങൾ കേട്ടു. അതായത് മുൻകാലെടുത്ത് വെച്ചിട്ട് ഈ തുമ്പിക്കൈ കൊണ്ട് ഒലക്കണ സൗണ്ട്. ചക്കത അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഡെയിലി ഉള്ളതാലോ. അത് ഓർത്ത് ഞങ്ങൾ പിന്നെ പേടിച്ചിട്ട് പുറത്തിറങ്ങാറില്ല. പിന്നെ ഇത് കുറേ നാളുകളായിട്ട് ഇത് തന്നെ കാണില്ല. ഇതാ കേൾക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം. നമ്മുടെ MLA മതിയായ പവറുള്ള ഫെൻസിങ് ഇട്ടത്. പക്ഷേ അതൊക്കെ അവർ ചവിട്ടി തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതൊന്നും ഫലവത്താവണമെങ്കിൽ നമ്മുടെ ജനവാസയോഗ്യമായ സ്ഥലത്തേക്ക് കിടക്കണ വന്യജീവികളെ എവിടെ വെച്ചാണോ അവിടെ വെച്ച ഷൂട്ടറിനെ കൊണ്ട് ഷൂട്ട് ആൻഡ് സൈറ്റ് അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനി അതേ ഞങ്ങൾക്ക് മാർഗമുള്ളൂ. കാരണം ആ ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരാ. ഞങ്ങൾ 7 മണിക്കെങ്കിലും വെട്ടാൻ പോകണ്ട ചേട്ടാ. 7 മണിക്ക് വെട്ടാൻ പോയാൽ നമ്മുടെ മുമ്പിൽ ആനയാണ്. എന്തോരം മനുഷ്യരെ ആക്രമിച്ചേക്കണേ. ഇതൊന്നും അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. 10 മണി ആവാതെ ഞങ്ങളുടെ പണിക്കിറങ്ങാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. ആ ചേട്ടന് ഉപജീവന മാർഗ്ഗമാണ്. ആ ചേട്ടന് അതിനർഹിക്കുന്ന പരിഹാരം ചെയ്യണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. ഞങ്ങൾ